താൽക്കാലിക അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി LDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഫയൽ തീർപ്പാക്കണമെങ്കിൽ പണം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം അപേക്ഷകനോട് ആവശ്യപ്പെട്ടിരുന്നതായും ഇതിനെ ചൊല്ലി പഞ്ചായത്ത് ഓഫീസിനകത്ത് പരസ്യമായ തർക്കത്തിനിടയാവുകയും താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജിവെക്കുകയും ചെയ്തിരുന്നു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ ഇദ്ദേഹം ചുമതലയെടുത്തതു മുതൽ തീർപ്പാക്കിയ എല്ലാ ഫയലുകളിലും കൃത്രിമം കാണിച്ചും മറ്റും അപേക്ഷകരിൽ നിന്ന് പണം വാങ്ങിച്ചതായി പൊതുജനങ്ങൾക്കിടയിലും വ്യാപകമായ പരാതി ഉയർന്നുവന്നിരുന്നു. മുൻകാല ഓഫീസർമാർ തീർപ്പാക്കാൻ കഴിയാതെ മാറ്റിവെച്ച ഫയലുകൾ പോലും ഇദ്ദേഹം തീർപ്പാക്കിയതായാണ് ജനങ്ങൾക്കിടയിലുള്ള സംസാര വിഷയം. ഇദ്ദേഹം നടപ്പിലാക്കിയ പൊതുമരാമത്ത് പ്രവൃത്തികളിലും വലിയ തോതിൽ അഴിമതിയാണ് ആരോപിക്കുന്നത്. ആയതിനാൽ രാജി അംഗീകരിക്കുന്നതിനോടൊപ്പം ഇയാൾ നടത്തിയ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് LDF പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യമുന്നയിച്ചത്. എന്നാൽ ഭരണസമിതി യോഗത്തിൽ പ്രസ്തുത ആവശ്യം ഭരണസമിതി തള്ളിയതോടെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമജ നസീർ, ഫൗസിയ ഹാഷിം എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം ഭരണസമിതി നിരാകരിച്ചതോടെ തൃശൂർ വിജിലൻസ് DYSPക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പരാതിയും നൽകി. താൽക്കാലികമായി ചാർജ് എടുക്കുകയും അദ്ദേഹം നിരവധി കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് പലരോടും പണം ആവശ്യപ്പെട്ടതായും അങ്ങനെ അത് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിനോട് പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് അതിന് പിരിച്ചുവിട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുമ്പോൾ അദ്ദേഹം മുന്നേ ചെയ്ത പ്രവൃത്തികളിൽ എന്തെല്ലാം കാര്യങ്ങൾ തിരുമലുകൾ നടത്തിയിട്ടുണ്ടോ അതിൽ വിജിലൻസ് അന്വേഷണത്തിന് വിടണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വിയോജനക്കുറിപ്പ്